ഇപ്പോൾ കഴിഞ്ഞ നിയമസഭയിൽ ഞാൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് വേണ്ടി 2 കാര്യം ചെയ്തിട്ടുണ്ടെന്ന സന്തോഷ വാർത്ത ഇരിക്കുക. ഒന്ന്, ഇവർക്ക് സാധാരണ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് ചെലവഴിക്കുന്നതിന് പരിമിതി ഉണ്ടായിരുന്നു. ചെറിയ അംശം മാത്രം 50,000 രൂപ വരെ ചെലവഴിച്ചവരും നടക്കും ഇവിടെ. അതുകൊണ്ട് ആ തുക ഇപ്പോൾ വർദ്ധിപ്പിച്ച് അവർക്ക് 5 ലക്ഷത്തോളം സ്വന്തമായി ചെലവഴിക്കാനുള്ള അധികാരം ഗവൺമെന്റ് കമ്മീഷൻ അനുമതി കൂടാതെ ചെയ്യാനുള്ളതാക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇവിടുത്തെ ദേവസ്വത്തിൽ ഈ ഭരണസമിതിയിലെ അംഗങ്ങൾക്കൊന്നും ഓണററി ഉണ്ടായിരുന്നില്ല, ചെയർമാനും ഉണ്ടായിരുന്നില്ല, മെമ്പർമാർക്കും ഉണ്ടായിരുന്നില്ല. ഇവരുടെ കൈക്കാശ് കൊണ്ടൊക്കെ വന്ന് പോയി കാര്യം തീർക്കേണ്ട രൂപത്തിലാണ് പഴയ ബില്ലുണ്ടായിരുന്നത്. ഞാൻ ആ ബില്ലെടുത്ത് പഠിച്ചപ്പോൾ ന്യായമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും ഇപ്പം 35,000 രൂപ ഓണററി ഉണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ. അതുപോലെ തന്നെ അംഗങ്ങൾക്ക് 25,000 രൂപയുണ്ട്. അപ്പോൾ മറ്റെല്ലാ ക്ഷേത്രങ്ങൾക്കും ഉണ്ടെങ്കിൽ പിന്നെ ഗുരുവായൂരിൽ മറ്റന്നാൾ കൊടുക്കായിട്ട് പോകുന്ന പ്രവർത്തനമൊക്കെ നമുക്ക് വേണ്ടേ. അതുകൊണ്ട് ഞാൻ ബില്ല് കൊണ്ടുവന്നു. ആ ബില്ല് നിയമസഭയിൽ പാസ്സാക്കി. ഇപ്പോൾ അത് ഓർഡറായിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഓണററി ലഭിക്കും. അതുപോലെ ചെലവ് വർദ്ധിപ്പിച്ച് ചെയ്യാനുള്ള അവകാശവും കൊടുക്കുന്ന രൂപത്തിൽ ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്, ഉത്തരവായിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അവരെ അറിയിക്കുക. അപ്പോൾ ആ നിലയിൽ ഭാവി പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ സംജാതമാകുന്നു എന്നതാണ് ആ കാര്യം.